As he comes, I wanted to inform him that in his absence we collected a small offertory that will be handed over to you before you go. The church committee will do their responsible for it, and we have one request: kindly spend it exclusively for the Muslim brethren who are in suffering. It's very meager, very minor, but that's all, with our best. It'll be my privilege. Praise the Lord. Thank you, Pastor. It's coming. It has come. Okay. Thank you, Pastor. It would be my privilege to spend on behalf of the persecuted brethren in the Muslim world. മുസ്ലിം ലോകത്തിലായിരിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി ആ പണം ചെലവാക്കുവാൻ ഞാൻ വാക്ക് തരികയാണ്. There'd be no greater privilege. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഞാൻ കാണുന്നില്ല. And I would like to remind all of you, ഞാനൊരു കാര്യം എല്ലാവരെയും ഓർപ്പിക്കട്ടെ. those of you who, when we were here last year, made your commitment to pray 5 minutes a day for the persecuted believers. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന സഭകളിലുള്ള ആൾക്കാർക്ക് വേണ്ടി 5 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവർ, that you will continue with that commitment. ആ തീരുമാനത്തിൽ തുടരണം എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കട്ടെ. I know that I've said that two other times since I've been here this time. ഈ പ്രാവശ്യം ഞാൻ വന്നതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ഞാൻ സഭയെ അത് ഓർപ്പിച്ചു എന്ന് എനിക്കറിയാം. But I can't say it too often. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത് ക്ഷമിക്കണം. A reminder to pray for those that are persecuted. പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. They desperately need it. അവർക്ക് ആ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. And we that have such a great privilege to that have the freedom to call upon the name of the Lord. നമ്മൾക്ക് കർത്താവിനെ ആരാധിക്കുവാൻ, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ള നമ്മൾ, then we can cry on their behalf who do not have that privilege. അവർക്ക് ആ അധികാരം, ആ സാധ്യത ഇല്ലാത്തവരെ ഓർത്ത് ശബ്ദമുയർത്തി നിലവിളിച്ച് കരയുവാൻ ഒരു ചുമതലയുണ്ട് എന്ന് മറക്കരുത്. So please don't forget. അതുകൊണ്ട് അത് ചെയ്യണം. 2 Kings, the 20th chapter. 2 രാജാക്കന്മാർ 20-ാം അധ്യായം. And we will read from the very first verse through verse number 11. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. 2 Kings 20. 2 രാജാക്കന്മാർ 20-ാം അധ്യായം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ട് പോകും മുമ്പേ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ മടങ്ങിച്ചെന്നു എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തു രക്ഷിക്കും. പിന്നെ യെശയ്യാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുവന്നു പരുവിന്മേലിട്ടു. അവന് സൗഖ്യമായി. ഹിസ്കിയാവ് യെശയ്യാവോട്, യഹോവ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ 3-ാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോകുകയും ചെയ്യുമെന്നതിന് അടയാളം എന്ത് എന്ന് ചോദിച്ചു. അതിന് യെശയ്യാവ്, യഹോവ അരുളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയെങ്കിൽ നിന്ന് ഇത് നിനക്കടയാളമാകും. നിഴൽ 10 പടി മുമ്പോട്ട് പോകണമോ 10 പടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു. അതിന് ഹിസ്കിയാവ്, നിഴൽ 10 പടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാകുന്നു, അങ്ങനെയല്ല, നിഴൽ 10 പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ ആകാശിന്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ 10 പടി പിന്നോക്കം തിരിയുമാറാക്കി. Hezekiah was king of the kingdom of Judah. യഹൂദ രാജ്യത്തിന്റെ രാജാവായി ഹിസ്കിയാ രാജാവാണിരുന്നു. Now, originally, the kingdom of Israel and the kingdom of Judah were one kingdom. ആദ്യമേ ഇസ്രായേൽ രാജ്യവും യഹൂദ്യ രാജ്യവും രണ്ടും ഒരു രാജ്യമായി ഒരുമിച്ചിരുന്നു.
David ruled that kingdom, Solomon ruled that kingdom. ദാവീദും ശലോമോനും രണ്ട് രാജാക്കന്മാർ ഒക്കെയും ആ രാജ്യത്തെ വാണു വന്നു. But after the rule of Solomon, it was divided. പക്ഷേ ശലോമോന്റെ കാലശേഷം ഇസ്രായേൽ രണ്ട് ഭാഗമായി വിഭാഗിക്കപ്പെട്ടു. And you had the kingdom of Israel and the kingdom of Judah. ഒന്ന് ഇസ്രായേൽ രാജ്യം, രണ്ട് യഹൂദ രാജ്യം. The kingdom of Israel was ruled by many kings who none of them served God. ഇസ്രായേൽ ദേശത്തെ ഭരിച്ചതിൽ ഒരു രാജാവ് പോലും ദൈവത്തെ സേവിക്കുവാൻ മനസാക്ഷിയോടെ നിന്നവരില്ല. And the kingdom of Judah was ruled by many kings, some of whom worshiped God. യഹൂദ രാജ്യത്തിലും അനേക രാജാക്കന്മാരുണ്ടായി, അതിൽ ചിലരെങ്കിലും കർത്താവിനെ ആത്മാർത്ഥമായി സേവിച്ചു. But Hezekiah was the most righteous of them all. ആ കൂട്ടത്തിൽ യഹൂദ രാജ്യം ഭരിച്ചതിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ നിന്ന ഒരു രാജാവായിരുന്നു ഹെസക്കിയ രാജാവ്. There was never a king that was as righteous as Hezekiah before him or after him. ഹെസക്കിയാവിന് മുൻപോ ഹെസക്കിയാവ് രാജാവിന് ശേഷമോ അതുപോലെ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ നീതിയോടെ രാജ്യം ഭരിച്ച മറ്റൊരു രാജാവ് ഉണ്ടായില്ല. He did great things for the kingdom of God. ദൈവരാജ്യത്തിനു വേണ്ടി അനേക കാര്യങ്ങൾ താൻ ചെയ്യുവാനിടയായി. He eliminated the worship of pagan gods. ജാതികരമായ സകല ആരാധനകളെയും ആ രാജ്യത്തിൽ നിന്നും താൻ തുടച്ചു മാറ്റി. He tore down the idols. സകല വിഗ്രഹങ്ങളെയും എടുത്തു മാറ്റി. He eliminated the pagan priests from the borders of Judah. സകല ജാതികീയ ആരാധനയുടെ പുരോഹിതന്മാരെയും താൻ ദേശത്തു നിന്നും നീക്കിക്കളഞ്ഞു. And he walked as the perfect example of godliness among his people. ദൈവജനത്തിന്റെ നടുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ വളരെ ശക്തമായി ഈ മനുഷ്യൻ മുൻപോട്ട് വന്നു. But while he was doing that, in the north, Israel, the kingdom of Israel, was living for Satan. നോർത്തേൺ ഭാഗത്ത് യഹൂദ രാജാവ് ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ, ആ രാജ്യം അങ്ങനെ വരുമ്പോൾ, സദേൺ ഭാഗത്ത് ഇസ്രായേൽ രാജ്യം പൈശാചികമായ പല കാര്യങ്ങളിൽ ഏർപ്പെട്ടു. They worshiped pagan gods. അവർ ജാതികീയ ദേവന്മാരെ ആരാധിച്ചു. God had sent prophet after prophet to them, അവരുടെ നടുവിൽ പ്രവാചകന്മാരെ ഒന്നിനു പുറകെ ഒന്നായി ദൈവം അയക്കുവാനിടയായി, convincing them to return to the living God. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ശക്തമായി അവരെ പ്രബോധിപ്പിച്ചു. Abandon the worship of these pagan gods. ഈ ജാതികീയ ആരാധനകൾ വിട്ടുവരുവീൻ എന്ന് ദൈവാത്മാവ് ഓർപ്പിച്ചു. But they did not. പക്ഷേ അവർ അനുസരിച്ചില്ല. Eventually, God turned them over into the hands of the Assyrians. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അശ്ശൂര്യക്കാരുടെ നടുവിലേക്ക് ദൈവം അവരെ അടിമത്വത്തിനായി പറഞ്ഞയച്ചു. The Assyrians were the greatest kingdom on earth at that time. ആ കാലത്ത് ഏറ്റവും ഉയർന്ന ഒരു സംസ്കാരവും ഒരു സൈന്യവുമായിരുന്നു ആ സൈന്യം. Eventually, they ruled an area from what is now the border of Pakistan and India all the way into Egypt. അവർ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആ സ്ഥലം മുതൽ ഈജിപ്റ്റ് വരെയുള്ള സകല സ്ഥലങ്ങളെയും അവർ അടക്കി വാഴുന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു. It was the largest kingdom on the face of the earth up to that time. ആ കാലം വരെ ഉണ്ടായിരുന്ന സകല സാമ്രാജ്യങ്ങളിലും ഏറ്റവും വിസ്താരമായി അവരുടെ അധികാരം നിലനിർത്തിയ ഒരു സാമ്രാജ്യമായിരുന്നു ആ സാമ്രാജ്യം. Assyria defeated everybody. അസീറിയ ബാക്കി സകല രാജ്യങ്ങളെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. No one could stand against them. അവർക്ക് വിരോധമായി നിൽക്കുവാൻ ഭൂമിയിൽ ഒരു സൈന്യമില്ലായിരുന്നു. Every city they came against, they destroyed. ഓരോ പട്ടണങ്ങൾ അവർക്ക് മുൻപിലുള്ള ഓരോ പട്ടണങ്ങളെയും അവർ തകർത്തു വന്നു. And when they came to the kingdom of Israel, they also were destroyed. ഇസ്രായേൽ അവരുടെ മുൻപിൽ വന്നപ്പോൾ ഇസ്രായേലിനെയും അശ്ശൂർ രാജാവ് തകർത്തു കളഞ്ഞു. The Assyrians were the most ruthless people who have ever lived. അതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ദാക്ഷിണ്യവും ദയവുമില്ലാതെ ആൾക്കാരെ കൊന്നുമുടിച്ച ഒരു സൈന്യവും അവരുടെ സംസ്കാരം അങ്ങനത്തെ സംസ്കാരമായിരുന്നു. Both Adolf Hitler and Joseph Stalin studied the techniques of the Assyrians. ജോസഫ് സ്റ്റാലിനും അതുപോലെ അഡോൾഫ് ഹിറ്റ്ലറും രണ്ടുപേരും ഈ സാമ്രാജ്യത്തിന്റെ തകർക്കുവാനുള്ള, കൊല്ലുവാനുള്ള, മുടിക്കുവാനുള്ള അവരുടെ ടെക്നിക്കുകൾ പഠിച്ച് ഇവർ അതിൽ നിന്നും പഠിച്ചു. They were masters of cruelty. അവർ ക്രൂരതയുടെ ഏറ്റവും ഉച്ചകോടിയിൽ നിന്നവരായിരുന്നു. And they successfully destroyed Israel. അവർ ഇസ്രായേലിനെ പൂർണ്ണമായി ശരിക്കും നിഗ്രഹിച്ചു. And never arose again as that type of a kingdom. അതിനുശേഷം ഇസ്രായേൽ പഴയതുപോലെ ഒരിക്കലും പിന്നെ ഉയർന്നിട്ടുമില്ല. But at that time they did not come against Judea. പക്ഷേ ഇസ്രായേലിന് വിരോധമായി ഈ അശൂർ രാജാക്കന്മാർ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേൽ യഹൂദ രാജ്യത്തിന് വിരോധമായി അവർ വന്നില്ല.
Although that was Assyria's intent, they chose not to. അശൂർ രാജാക്കന്മാർ അശൂർ രാജ്യം അവർക്ക് വിരോധമായി വരുവാൻ ആഗ്രഹിച്ചെങ്കിലും അവർ അതുവഴി മാറിപ്പോയി. The emperor of the Assyrians heard about Hezekiah. അശൂർ ചക്രവർത്തി ഈ ഹെസക്കിയാവിനെ കുറിച്ച് കേൾക്കുവാനിടയായി. And he heard that he was standing against him. തനിക്ക് വിരോധമായി നിൽക്കുന്നു എന്ന് കേൾക്കുവാനിടയായി. So the king of Assyria says, "Okay, I will make this man suffer." ഞാൻ ഈ ഹെസക്കിയാവിനെ ശരിക്കൊരു പാഠം പഠിപ്പിക്കും എന്ന് അശൂർ രാജാവ് പറഞ്ഞു. കാര്യം ആ ചക്രവർത്തി കേട്ടത് ഹെസക്കിയാവ് രാജാവ് ഈ ചക്രവർത്തിക്ക് വിരോധമായി യുദ്ധം ചെയ്യുവാൻ തയ്യാറായി എന്ന് കേട്ടു. He said, "I'll leave him alone for right now. ഇപ്പോൾ ഞാൻ ഇവനെ വിടുവാൻ പോകുകയാണ്. And I will conquer everything and everyone around him." ഈ യഹൂദ രാജ്യത്തിനു ചുറ്റുമുള്ള ബാക്കി സകല രാജ്യങ്ങളെയും രാജാക്കന്മാരെയും തോൽപ്പിച്ചതിന് ശേഷം And I'll leave Jerusalem for last. ഒടുവിൽ യെരൂശലേം നഗരം അതുപോലെ യഹൂദ്യ രാജ്യം ഞാൻ ഒടുവിൽ പിടിച്ചെടുക്കും. And I will surround him. അവർക്ക് ചുറ്റും വാടകോരി. And he will be like a hole in the middle of a donut. ഒരു ചെറിയൊരു ഭാഗം മാത്രമാക്കി അവനെ നിർത്തിയതിനു ശേഷം ഒടുവിൽ അവനെ ഞാൻ പൂർണ്ണമായി തകർത്തു കളയും. And then I will give this Hezekiah the most ruthless of all treatments. ഒടുവിൽ ഈ ഹെസക്കിയ രാജാവിന് ഈ ബാക്കിയുള്ള സകലരെക്കാളും അതികാഠിന്യമുള്ള ഒരു ശിക്ഷ ഞാൻ നൽകും. So after the Assyrians destroyed Israel, ഇസ്രായേൽ രാജ്യത്തെ ഈ അശൂർ രാജാക്കന്മാർ തകർത്തതിനു ശേഷം they did not attack Judah at that time. ആ സമയത്ത് യഹൂദ രാജ്യത്തെ അവർ ആക്രമിച്ചില്ല. They instead turned their attention to destroying Philistia and to destroying Egypt. അവർ ഇസ്രായേലിനെ തകർത്തതിനു ശേഷം ഫിലിസ്ത്യയെയും അതുപോലെ മിശ്രയിമിനെയും തകർക്കുവാൻ കടന്നു ചെന്നു. And then after that, after about a year or more than a year, they turned their attention back to Judah. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് യഹൂദ്യയിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. Now, what the Assyrians would do is that they would take 2,000 men and 2,000 women from the cities that they destroyed. ഈ ഒരു ജയിക്കുന്ന പട്ടണത്തിൽ നിന്നും ഇല്ലെങ്കിൽ അവരുടെ മുൻപിൽ ശത്രുക്കളായി അവർ യുദ്ധം ചെയ്ത് ജയിക്കുന്ന ഓരോ പട്ടണത്തിൽ നിന്നും 2000 പുരുഷന്മാരെയും 2000 സ്ത്രീകളെയും അവർ പിടിച്ച് കൊണ്ടുപോകുന്നത് ഒരു പതിവായിരുന്നു. And these were taken back to the capital city of Nineveh. അവർ നിനവ എന്ന അവരുടെ പ്രധാനപ്പെട്ട പട്ടണത്തിലേക്ക് തലസ്ഥാന നഗരത്തിലേക്ക് കൊണ്ടുപോകും. And the remaining population was destroyed. ബാക്കി 2000 പേർ പോയവരൊഴിച്ച് 4000 പേർ പോയവരൊഴിച്ച് ബാക്കി സകലരെയും ഉന്മൂലനാശം ചെയ്തും കൊന്നുകളയും. But they didn't kill them by beheading or by running them through with a sword or anything like that. ഇവരെ കൊല്ലുന്ന പദ്ധതി എങ്ങനെയാണ്? തല വെട്ടിക്കളയുകയോ ഇല്ലെങ്കിൽ അങ്ങനല്ല ഇവരെ കൊല്ലുന്നത്. What they would do is that they would put poles in the ground that was sharpened on one end. Poles. അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ ഒരു കമ്പ് നാട്ടും. അതിന്റെ ഒരു വശം മൂർച്ചയുള്ള അല്ലെങ്കിൽ കൂർത്ത മുനയുള്ളതായിരിക്കും. And then they would impale the people on these pointed poles. ഈ മൂർച്ചയുള്ള അല്ലെങ്കിൽ കൂർത്തിരിക്കുന്ന ഈ ഓരോ പോസ്റ്റിന്റെ മണ്ടയിലും പോളിന്റെ മണ്ടയിലും ആൾക്കാരെ കുത്തി ഇറക്കി അവരെ കൊല്ലും. And then over the next days or weeks, the pole would slide up the body and actually come out the head of the body. അങ്ങനെ ഒടുവിൽ ചില ആഴ്ചകൾ ഗ്രാവിറ്റി കൊണ്ട് ഈ ശരീരം താണ് ഇതിന്റെ കൂർത്ത മുന തലയ്ക്കകത്തൂടോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പൊങ്ങി ശരീരത്തിൽ നിന്ന് വെളിയിൽ വരും. And they would stay there until either the body would decay or would be eaten by vultures. ആ ശരീരം അവിടെ ഡീക്കേ ആകുന്നിടം വരെ ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകുന്നിടം വരെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾ വന്ന് അതിനെ തിന്നുകളയുന്നിടം വരെയോ ആ ശരീരം അവിടെ കിടക്കും. And when the king of Assyria turned his attention to Judah, യഹൂദ രാജ്യത്തിലേക്ക് ഈ അശൂർ രാജാവ് തന്റെ ശ്രദ്ധയെ തിരിച്ചപ്പോൾ he decided to leave Hezekiah for last. ഒടുവിലായി ഹെസക്കിയാവിനെ കാണിച്ചു കൊടുക്കാം എന്നവൻ തീരുമാനിച്ചു. And then he began to take all of Hezekiah's cities and all of his villages one by one. ഹെസക്കിയാവിന്റെ ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും ഓരോന്നോരോന്നായി പിടിക്കുവാൻ താൻ പരിശ്രമിച്ചു. And every day Hezekiah would receive reports. ഓരോ ദിവസവും ഹെസക്കിയാവ് രാജാവിന് ഓരോ റിപ്പോർട്ടുകൾ വരുവാൻ ആരംഭിച്ചു. This city has fallen.
ഈ പട്ടണം ഇതാ വീണിരിക്കുന്നു. And they have left 10,000 people on pointed poles. അങ്ങനെ ആ പട്ടണത്തിൽ 10,000 പേരെ ഇങ്ങനെയുള്ള ആ പോളുകളിൽ കൊന്നിരിക്കുന്നു. Now this city has fallen. അടുത്ത പട്ടണം ഇതാ വീണിരിക്കുന്നു. 5,000 people are left on poles. അവിടെ 5,000 പേരെ പോളുകളിൽ കുത്തിയിരിക്കുന്നു. And on and on and on. അങ്ങനെ അനേക റിപ്പോർട്ടുകൾ വരുവാൻ ആരംഭിച്ചു. Until finally, ഒടുവിൽ every morning when Hezekiah got up and walked around the walls of Jerusalem, യെരൂശലേം പട്ടണത്തിന്റെ മതിലുകളിൽ കൂടെ ഓരോ ദിവസവും ഈ ഹെസക്കിയാവ് രാജാവ് നടക്കുമ്പോൾ, then as far as he could see in any direction, ഏത് വശത്തേക്ക് നോക്കിയാലും he saw his subjects hanging on pointed poles. തന്റെ ജനം ഇതാ ഈ കഷ്ടത അനുഭവിച്ച് മരിക്കുന്നത് കാണുവാനിടയായി. And here the most godly king who had ever lived ഏറ്റവും നീതിമാനായി ജീവിച്ച ഈ രാജാവ് had been reduced to a caged bird in a cage, ഒരു കൂടിന്റെ അകത്ത് അടയ്ക്കപ്പെട്ട വ്യക്തി എന്നതുപോലെ watching his kingdom being systematically destroyed. ഈ പട്ടണത്തിന്റെ അകത്ത് നിന്ന് തന്റെ ജനം നശിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയും, The air was filled with the stench of decayed bodies. അഴുകിപ്പോകുന്ന ശരീരങ്ങളുടെ നാറ്റം നിമിത്തം അവിടെ ഇരിക്കുവാൻ സാധിക്കുകയില്ല. And then finally, all of the villages, all of the cities had been conquered except Jerusalem. യെരൂശലേം ഒരു പട്ടണം ഇല്ലെങ്കിൽ ആ നഗരം ഒഴിച്ച് ബാക്കി സകലതും യഹൂദ രാജ്യത്തിന്റെയും പിടിക്കപ്പെട്ടു. Then the 3,100 plus army of Assyria circled Jerusalem. ഏകദേശം 3,00,000 സൈന്യം ആൾക്കാരുള്ള സൈന്യം, പടയാളികളുള്ള സൈന്യം യെരൂശലേം പട്ടണത്തെ ചുറ്റിവളഞ്ഞു. And for 2 years it had held siege. 2 വർഷത്തോളം വാടകോരി. And it's during that 2-year period that these events took place. ആ 2 വർഷം കൊണ്ട് നടന്ന സംഭവങ്ങളാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. Hezekiah was 39 years old. ഹെസക്കിയാ രാജാവിന് അന്ന് 39 വയസ്സ് പ്രായം. He had lived a godly life. താൻ ഏറ്റവും നീതിമാനായി ഭക്തിയിൽ ജീവിച്ചു വന്നു. But now over the last few years he had seen his empire or his kingdom dismantled. കഴിഞ്ഞ ചില മാസങ്ങളായി 1-2 വർഷമായി തന്റെ രാജ്യം തകരുന്നത് താൻ ഓരോ ദിവസവും കാണുകയാണ്. He has seen his people reduced to nothing but vultured food. തന്റെ ജനം തകർന്ന് തരിപ്പണമായി ആകാശത്തിലെ പറവകൾക്ക് ആഹാരമായി തീരുന്നത് കാണുകയാണ്. He still remained faithful to God. അന്നും തന്റെ ഹൃദയം ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. But he's hurting on the inside. പക്ഷേ അകത്ത് താൻ മുറിവേറ്റവനായിരുന്നു. And now ഇപ്പോൾ he received word from his most trusted prophet. ഏറ്റവും താൻ ആശ്രയിച്ച ഇല്ലെങ്കിൽ വിശ്വസിച്ച തന്റെ പ്രവാചകൻ ഇങ്ങനെ വന്ന് പറഞ്ഞു. He said, Hezekiah, set your house in order. You're going to die. ഹെസക്കിയാ രാജാവേ, ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിക്കുവാൻ സമയമായി. And Hezekiah was crushed. ഹെസക്കിയാവിന്റെ മനസ്സ് തകർന്നു. Why? എന്തുകൊണ്ട്? Haven't I remained faithful to you? ഞാൻ ദൈവത്തോട് വിശ്വസ്തത ആചരിച്ചില്ലയോ? Haven't I been the king that you want me to be? ഞാൻ ദൈവം ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം നയിച്ചില്ലയോ? My people need me. എന്റെ ജനത്തിന് എന്നെ ഇപ്പോൾ ആവശ്യമുണ്ട്. Now more than any other time. മറ്റേത് സമയത്തേക്കാളും അധികം ഇപ്പോൾ എന്നെ അവർക്ക് ആവശ്യമുണ്ട്. My city needs me. എന്റെ പട്ടണത്തിന് എന്നെ ആവശ്യമുണ്ട്. They're at their lowest state. അവരുടെ ജീവിതത്തിൽ ഏറ്റവും തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അവർ. God, why at this time? കർത്താവേ, ഈ സമയം എന്താണ് ഇങ്ങനെ? Give me, I beg you, a few more years. അല്പം കാലം കൂടെ എനിക്ക് ആവശ്യമാണ് കർത്താവേ. And then before Isaiah had left the courtroom, ആ സ്ഥലം വിട്ട് യെശയ്യാവ് പോകുന്നതിന് മുൻപേ then God told him, he says, go back യെശയ്യാവിനോട് ദൈവം പറഞ്ഞു, മടങ്ങിപ്പോ. and tell Hezekiah that I heard his prayer യെശയ്യാവിനോട് പറയേണ്ടത്, ഞാൻ നിന്റെ പ്രാർത്ഥന and that I will give him 15 more years. അടുത്ത 15 സംവത്സരം കൂടെ നിന്റെ ആയുസ്സിനോട് കൂട്ടിയിരിക്കുന്നു എന്ന് പറയാം. And that would have been plenty enough time അത്രയും വർഷങ്ങൾ കൊണ്ട് for God to show his ultimate victory in the deliverance of Jerusalem. യെരൂശലേമിനെ വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. ആ സമയം അവന്റെ മുൻപിലുണ്ട്. But Hezekiah was quite skeptical, to say the least. ഹെസക്കിയാവിന്റെ മനസ്സിൽ വളരെയധികം സംശയങ്ങളും ചിന്താകുലങ്ങളും ഉയർന്നു. Well, how do I know that God is going to heal me? ദൈവം എന്നെ സൗഖ്യമാക്കും എന്ന് ഞാൻ എന്തും കൊണ്ടറിയും? How do I know that God is going to raise me up? ദൈവം എന്നെ വീണ്ടും ഉയർത്തും എന്ന് ഞാൻ എങ്ങനെ അറിയും?
How do I know that I will even have 15 more years left with all of these Assyrians here? ഈ അശൂർ സൈന്യം ഇവിടെ നിൽക്കുമ്പോൾ അടുത്ത 15 വർഷങ്ങൾ ഞാൻ സ്വസ്ഥതയോടെ ജീവിക്കുമെന്ന് എങ്ങനെ അറിയുന്നു? Now, we'll hold the story right there and we'll go forward a few days. ഒരു നിമിഷത്തേക്ക് ഞാൻ ഈ ചരിത്രം ഇവിടെ നിർത്തട്ടെ. ചില നാളുകൾ കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? Because Hezekiah was healed. കാര്യം ഹെസക്കിയാവ് രാജാവ് സൗഖ്യമായി. And shortly after that, അതിനുശേഷം God moved miraculously. ദൈവം അത്ഭുതകരമായി ചലിച്ചു. Because even though Jerusalem was surrounded, യെരൂശലേം വാടകോരപ്പെട്ടെങ്കിലും all of these people were dead and hanging on these poles. ഈ ആൾക്കാരൊക്കെ നിന്ദിതരായി അവരുടെ ശരീരങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നെങ്കിലും There was no way that Jerusalem was going to escape. യെരൂശലേം ഒരു രീതിയിലും രക്ഷപ്പെടുകയില്ല എന്നവർക്കറിയാം. God moved on behalf of King Hezekiah. പക്ഷേ ദൈവം ഹെസക്കിയാവ് രാജാവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. Because he woke up one morning കാര്യം ഒരു ദിവസം രാവിലെ ഉണർന്നപ്പോൾ and he heard crying and wailing coming from the camps of the Assyrians. അശൂർ പാളയത്തിൽ നിന്നും വലിയ നിലവിളിയും കരച്ചിലും ഉയർന്നത് താൻ കേട്ടു. And during the night the death angel had come. രാത്രിയിൽ ദൈവത്തിന്റെ ഒരു ദൂതൻ ആ പാളയത്തിൽ ഇറങ്ങി. And it destroyed 185,000 Assyrian soldiers. 1,85,000 ആൾക്കാരെ ഒരു രാത്രിയിൽ ആ ദൂതൻ കൊന്നുകളഞ്ഞു. And Jerusalem was delivered. യെരൂശലേം രക്ഷപ്പെട്ടു. Assyria went back home. അശൂർ മടങ്ങി ഭവനത്തിലേക്ക് പോയി. And they never returned. പിന്നെ ഒരിക്കലും അവർ മടങ്ങി വന്നില്ല. And the kingdom of Judah lasted for another 120 years. അടുത്ത 120 വർഷങ്ങൾ യഹൂദ രാജ്യം നിലനിന്നു. Because God honored the prayers of Hezekiah and his faithfulness to him. കാര്യം ഹെസക്കിയാവിന്റെ വിശ്വസ്തതയും ഹെസക്കിയാവ് രാജാവിന്റെ പ്രാർത്ഥനയും രണ്ടും ഒരുപോലെ ഉള്ളതിനാൽ ദൈവം അത് മാനിച്ചു. Now let's go back to Hezekiah. ഹെസക്കിയാവിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. Hezekiah was right in the middle now of this terrific battle. ആ വലിയ യുദ്ധത്തിന്റെ നടുവിൽ ഹെസക്കിയാവ് രാജാവായിരിക്കുകയാണ്. It was still a number of days before God's deliverance by the death angel. ആ ദൂതൻ പാളയത്തിൽ ഇറങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ And Hezekiah would have no idea that that would ever happen. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്ന ഹെസക്കിയ രാജാവ്, Especially if he died. പ്രത്യേകിച്ച് താൻ മരിച്ചു കഴിഞ്ഞാൽ. But now he was in a crisis himself. പക്ഷേ ഇപ്പോൾ താൻ ഒരു വലിയ പ്രതികൂലത്തിന്റെ അവസ്ഥയിലാണ്. How do I know God is going to give me this ദൈവം എന്നെ life? എനിക്ക് ജീവൻ തരുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? God has not delivered my kingdom. എന്റെ രാജ്യത്തെ ദൈവം വിടുവിച്ചില്ല. All of these innocent people who are my subjects are now dead. ഈ ജനമൊക്കെയും ഇതാ മരിച്ചു. God did not intervene on behalf of Samaria and Israel. ശമര്യയ്ക്കും ഇസ്രായേലിനും ദൈവം ഒരു വിടുതൽ കൽപ്പിച്ചില്ല. And then now I get a promise in the middle of this when he just told me moments before I would die. ചില നിമിഷങ്ങൾക്ക് മുൻപേ ഞാൻ മരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു വാഗ്ദത്തം എനിക്ക് വന്നല്ലോ. I have to have a sign. അത് മാത്രം പോരാ, വാഗ്ദത്തത്തോടുകൂടെ ഒരു അടയാളവും കൂടെ എനിക്ക് വേണം. Isaiah said, "Okay, what type of sign do you want?" യെശയ്യാ പ്രവാചകൻ ചോദിച്ചു, ശരി, നിനക്ക് എന്താണ് അടയാളം വേണ്ടിയത്? He says, I have an idea. എനിക്കൊരു നല്ലൊരു ഐഡിയ ഉണ്ട്. At that time at the palace of Hezekiah they had a time mechanism. അവിടെ സമയം അളക്കുന്ന ഒരു പ്രത്യേക തരത്തിലൊരു മെഷീൻ They ഉണ്ടായിരുന്നു. called it the dial of Ahaz. അത് ഡയൽ ഓഫ് അഹാസ് എന്നതിനെ വിളിച്ചു. But actually what it was a clock that was made of stair steps. അനേക പടികളുള്ള സ്റ്റെപ്സ് ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കെട്ടുപണിയായിരുന്നു. And there were 180 steps. 180 സ്റ്റെപ്സ് ആ കെട്ടുപണിക്കുണ്ടായിരുന്നു. And you can go to Jerusalem today and still see ruins of those steps. ഇന്നും യെരൂശലേമിൽ ചെന്നാൽ ആ കെട്ടുപണിയുടെ ഇല്ലെങ്കിൽ ആ ക്ലോക്കിന്റെ തകർന്ന ഭാഗങ്ങൾ കാണുവാൻ സാധിക്കും. And these 180 steps was a clock. ഈ 180 സ്റ്റെപ്സ് ഒരു ക്ലോക്ക് ആയിരുന്നു. And each step represented 4 minutes. ഓരോ സ്റ്റെപ്പും 4 മിനിറ്റിനെ So പ്രതിനിധീകരിക്കുന്നതായിരുന്നു. on any given day, ഏത് ദിവസവും when the sun was out naturally, സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ you could look at the step, count the number of steps, and know what time it was. ആ സ്റ്റെപ്സിൽ എവിടം വരെ സൂര്യന്റെ നിഴലടിക്കുന്നു എന്ന് എണ്ണിക്കഴിഞ്ഞാൽ എത്ര മിനിറ്റ് കഴിഞ്ഞു എന്ന് പറയുവാൻ സാധിക്കും. So Isaiah told Hezekiah, അതുകൊണ്ട് യെശയ്യാവ് ഹെസക്കിയാവിനോട് പറഞ്ഞു, do you want the sun to go down 10 steps or go back 10 steps? ഈ പടികൾ 10 സ്റ്റെപ്പ് നിഴൽ ഇറങ്ങണമോ അതോ 10 സ്റ്റെപ്പ് നിഴൽ കയറണമോ? Whatever thing that you want,
God will do it to show you that He is going to grant you this life. നീ ചോദിക്കുന്നത് പോലെ ഒരു അടയാളം നിനക്ക് നൽകി ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്ന് ദൈവം അടയാളം തരും. Hezekiah says I think it's more of a miracle for the time to go backwards. ഹെസക്കിയാവ് രാജാവ് പറഞ്ഞു, സമയം മുൻപോട്ട് പോയാൽ അത്ഭുതമാണെങ്കിലും അതിനേക്കാൾ വലിയ അത്ഭുതം സമയം പുറകിലോട്ട് പോയാൽ അതായിരിക്കും വലുത്. And so have the time go back 10 steps. അതുകൊണ്ട് 10 സ്റ്റെപ്പുകൾ ആ സമയം നിഴൽ പുറകോട്ട് പോകും. Isaiah, പ്രവാചകൻ പ്രാർത്ഥിച്ചു. and as he prayed, പ്രാർത്ഥിച്ചപ്പോൾ the sun went back up 40 minutes, 10 steps up the clock. 10 സ്റ്റെപ്പ് ഇല്ലെങ്കിൽ 40 മിനിറ്റ് സൂര്യൻ പുറകിലേക്ക് പോയി. Never before had it been done. ഒരിക്കലും അതിനു മുൻപേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. And never again will it be repeated. അതിനുശേഷം സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. And Hezekiah was granted his confirmation. ആ പ്രാർത്ഥനയുടെ മറുപടി ഹെസക്കിയാവ് രാജാവിന് ദൈവം നൽകി. But let's look at just how much of a miracle this really was. ഇത് എത്രയും വലിയൊരു അത്ഭുതമാണ് എന്നൊരളവിൽ ചിന്തിക്കാം. Because we're talking about a major answer to prayer. ഒരു വലിയ 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 മറുപടിയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ലഭിച്ചത്. God created this universe of ours in perfection. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ സകല സൃഷ്ടിയും ഏറ്റവും ബെസ്റ്റ് പെർഫെക്റ്റ് ആയി ദൈവം സൃഷ്ടിച്ചു. Everything works together in perfect precision. എല്ലാം ഒന്നിനെ മുട്ടാതെ സകലതും പെർഫെക്റ്റ് പൊസിഷനിൽ അത് പ്രവർത്തിച്ചു വരുന്നു. The planets revolve around the sun. The sun makes its way throughout the universe in absolute precision. ഈ ഗ്രഹങ്ങൾ തമ്മിൽ മുട്ടാതെ എങ്ങും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ സൂര്യന് ചുറ്റും കറങ്ങുന്നു. സൂര്യനാണെങ്കിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ കറക്റ്റായിട്ട് അതിന്റെ വഴിയിൽ ഇങ്ങനെ പോവുകയാണ്. And not only that, even our own bodies and everything that is made is the same. ഈ ശരീരം, നമ്മൾ ദൈവം തന്നിരിക്കുന്ന ഈ ശരീരവും ദൈവത്തിന്റെ ഓരോ സൃഷ്ടിയും ഇതുപോലെ മറ്റൊന്നിനെ ദ്രോഹിക്കാതെ പോകുന്നതാണ്. Our bodies are made of molecules, are made of cells. നമ്മുടെ ശരീരം മോളിക്യൂൾസ് അല്ലെങ്കിൽ സെൽസും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. And those cells are made of various electrons and neutrons that rotate around a nucleus of an atom. ഓരോ സെല്ലും ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ചില ഇലക്ട്രോൺസ് അതിന്റെ തക്ക സ്ഥാനത്ത് കറങ്ങുന്നതായി കാണുവാൻ സാധിക്കും. And that works in absolute perfection with the rest of the universe. ബാക്കി സകല സൃഷ്ടിയോടും ചേർന്ന് യാതൊരു രീതിയിലും ഒരു പ്രശ്നവുമില്ലാതെ നോർമലായി ഫംഗ്ഷൻ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. Because the neutrons in our body moves at the same speed as our planet moves through the universe. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പാർക്കുന്ന ഈ ഗ്രഹം ഏത് സ്പീഡിൽ സൂര്യന് ചുറ്റും കറങ്ങുന്നു അതേ സ്പീഡിലാണ് നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നത്. That's at 66,000 miles per hour. 66,000 miles per hour. Now, everything has to work perfectly. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചേ മതിയാകും. That's why nothing happens by accident. അതുകൊണ്ടൊന്നും യാദർച്ഛികമല്ല. When God does it, He does it with perfection. ദൈവം ചെയ്യുമ്പോൾ സകലതും പെർഫെക്റ്റ് ആയി മാത്രമേ ചെയ്യുകയുള്ളൂ. And so, when Hezekiah asked for the sun to go backwards, അപ്പോൾ ഹെസക്കിയാ രാജാവ് സൂര്യൻ പുറകോട്ട് പോകുവാൻ ആവശ്യപ്പെട്ടപ്പോൾ God had to change everything. ദൈവം ഒരു സൂര്യന്റെ ഗതിയെ മാത്രമല്ല സൃഷ്ടിയിൽ സകലത്തെയും സ്പർശിക്കേണ്ടി വന്നു. Not only did everything had to stop, സകലതും ചലനം നിർത്തിയെന്ന് മാത്രമല്ല, but everything had to maintain its perfection. സകലതും ആ പെർഫെക്ഷനിൽ പ്രവർത്തിക്കേണ്ടി വന്നു. So, from the furthest corner of the universe, ലോകത്തിന്റെ അങ്ങേ അറ്റം മുതൽ, ലോകമല്ല സൃഷ്ടിയുടെ ഒരറ്റം മുതൽ, into the last atom of the last piece of flesh in body of the human being. ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള ഒരു സെല്ലിന്റെ ഒരു ആറ്റമിന്റെ അകത്തുള്ള ഓരോ ഇലക്ട്രോൺ വരെയും Everything had to stop dead still. സകലതും അവിടെ നിൽക്കേണ്ടി വന്നു. And then go backwards. മാത്രമല്ല പുറകിലോട്ട് പോയി. To maintain the perfection.
അതിന്റെ പൂർണ്ണതയിൽ അതിനെ കാത്തു സൂക്ഷിക്കുവാൻ. And then started again വീണ്ടും അത് ആരംഭിച്ചു. to continue in its perfection. അതിന്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. So God had to make changes in everything from the body to the tree to the grass to the moon to the sun to the planets to the quasars throughout the universe. ഒറ്റ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നൽകുവാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു ശരീരത്തിലുള്ള ഓരോ സെല്ല് മുതൽ ലോകത്തിൽ സൃഷ്ടിയിൽ ഈ ആകെ മുഴുവൻ സൃഷ്ടിയിൽ കാണുന്ന സകലത്തെയും ദൈവത്തിന് അതിന്റെ പിൻപിൽ സ്പർശിക്കേണ്ടി വന്നു. And he did this ഇത് ചെയ്യുവാൻ കാരണം on behalf of one man, ഒരു മനുഷ്യന് വേണ്ടി ദൈവം അത് ചെയ്തു. to prove to that one man that I love you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു വ്യക്തിയോട് പറയുവാൻ ദൈവം മുഴുവൻ സൃഷ്ടിയെയും പ്രാർത്ഥനയുടെ മുൻപിൽ നിർത്തുവാനിടയായി. And that I do care for you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Pastor, prayer is the most powerful thing in the world. ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ളത് പ്രാർത്ഥനയ്ക്കാണ്. Hezekiah was no different than any of you. ഇവിടെ ഇരിക്കുന്ന ആരിലും വ്യത്യസ്തനല്ലായിരുന്നു ഹെസക്കിയാവ് രാജാവ്. He is the same person that you are. നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തിത്വം. You may not be king of Israel ഒരുപക്ഷേ നിങ്ങൾ or king of ഇസ്രായേലിന്റെ Judah, രാജാവല്ലായിരിക്കും, ഇല്ലെങ്കിൽ ഒരു യഹൂദനല്ലായിരിക്കും. but you are made of the same thing he was made of. താൻ സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടു. And you know the same God that he knew. അതേ ദൈവത്തെ, നമ്മൾക്ക് പരിചയമുള്ള അതേ ദൈവത്തെ ഹെസക്കിയാവ് രാജാവ് പരിചയം. And that same God listens to you just like he listens to him. ഹെസക്കിയാ രാജാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ദൈവം ശക്തനാണ്. Your pastors have called you to prayer. നിങ്ങളുടെ പാസ്റ്റേഴ്സ് നിങ്ങളെ പ്രാർത്ഥനയ്ക്കായി വിളിച്ചു. Why? എന്തിന്? Because they have nothing else to do? അവർക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ടാണോ? Because they feel that perhaps you need time to spend together? അല്പസമയം ഒരുമിച്ചിരിക്കുവാനുള്ള താല്പര്യം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വിളിച്ചതാണോ? No. അല്ല. Because they know that prayer is the most powerful mechanism in the entire world. കാര്യം അവർക്കൊരു കാര്യം അറിയാം, ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ളത് പ്രാർത്ഥനയ്ക്കാണ്. I've been told that your body is going forward into a new direction. ഈ സഭ ഒരു പുതിയ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ പോകുകയാണ് എന്ന് ഞാൻ അറിഞ്ഞു. Into a masterful direction that will bring more people to Christ in this city. ഈ പട്ടണത്തിൽ ദൈവസഭയ്ക്കകത്തേക്ക് അധികം ആൾക്കാരെ ആകർഷിക്കുവാൻ, സുവിശേഷീകരിക്കുവാൻ, അധികം ആൾക്കാരെ ഇരുത്തുവാൻ ആവശ്യമുള്ള ഒരു കെട്ടിടത്തിന്റെ പണി അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. And God is moving you into a unique position. അങ്ങനെ ഒരു പ്രത്യേക തലത്തിലേക്ക് ദൈവം ഈ സഭയെ നയിക്കുകയാണ്. A position that will be into the higher levels that God wants this church to be. ഈ സഭയെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ഓരോ പടികളിലേക്ക് ദൈവം ഉയർത്തുവാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. But to get there, പക്ഷേ അവിടെ എത്തണമെങ്കിൽ prayer is mandatory. പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. And Hezekiah's prayer was not any different than your prayers. നമ്മുടെ പ്രാർത്ഥനയേക്കാൾ ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു ഹെസക്കിയാ രാജാവിന്റെ പ്രാർത്ഥന. His sincerity was no greater than your sincerity. ഇവിടെ ഇരിക്കുന്ന ആത്മാർത്ഥത, ആൾക്കാരുടെ ആത്മാർത്ഥത പോലെ ഹെസക്കിയാ രാജാവ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. His words were not any different than many of your words. നമ്മുടെ വാക്കുകൾ പോലെ ആ രാജാവിന്റെയും വാക്കുകൾ ഉയർന്നു. And God responded to him. ആ വാക്കുകൾക്ക് ദൈവം പ്രതികരിച്ചു. And not only did he respond to him, ദൈവം തനിക്ക് പ്രതികരിച്ചെന്ന് മാത്രമല്ല, he responded to him in a way that is unprecedented in the history of humanity. മാനുഷിക ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത അളവിൽ ദൈവം ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ പിൻപിൽ മറുപടി നൽകി. And if it needed to happen again, ഇനിയും അത് ആവർത്തിക്കണം എന്ന് ദൈവത്തിന് തോന്നിയാൽ, based on God's will, ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, then he would do it again. അത് വീണ്ടും ചെയ്യുവാൻ ദൈവം ശക്തനാണ്. Because you have within your hands കാര്യം നിങ്ങളുടെ കരങ്ങളിൽ the same power that Hezekiah had within his. ഹെസക്കിയാവിന്റെ പക്കലുണ്ടായിരുന്ന അതേ ദൈവശക്തിയും അതേ പ്രാർത്ഥനയും നിങ്ങളുടെ പക്കലുണ്ട്. So let me encourage you to do this. അത് ഞാൻ ചെയ്യുവാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. Become serious about prayer. പ്രാർത്ഥനയെക്കുറിച്ച് അല്പം കൂടെ സീരിയസ് ആകുക. We are going into the last days and we are there. We're in the last days. നമ്മൾ അന്ത്യകാലത്തിൽ ജീവിക്കുന്നവരാണ്. അതിന്റെ ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. Hezekiah had no idea what was going to happen the next day. അടുത്ത ദിവസം എന്ത് സംഭവിക്കുമെന്ന് ഈ രാജാവിന് അറിയത്തില്ല. And we
don't know what's going to happen. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾക്കും അറിയുകയില്ല. Hezekiah was surrounded by his enemy. ഹെസക്കിയാ രാജാവ് തന്റെ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടു. Without any promise of what would happen next. അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് തനിക്കറിയില്ല. We too are in that same position. നമ്മളും അതേ സാഹചര്യത്തിലാണ്. The last days have told us that we'll be surrounded by our enemies. അന്ത്യകാലത്ത് ശത്രുക്കൾ നാല് വശത്തും എഴുന്നേൽക്കുമെന്നറിയും. That the truth and the love of many will wax cold. അനേകരുടെ സ്നേഹവും ആത്മാർത്ഥതയും തീക്ഷ്ണതയും തണുത്തുപോകും. There's an all-out war against Christianity, against marriage, against stability. വിശ്വാസത്തിനും പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിനും അതുപോലെ വിവാഹങ്ങൾക്കും അതുപോലെ വിശ്വാസത്തിനും വിരോധമായി വലിയൊരു യുദ്ധം ഉയരുകയാണ്. But Hezekiah knew what had to be done. എന്ത് ചെയ്യണം എന്ന് രാജാവ് അറിഞ്ഞു. He did not gather his army. തന്റെ സൈന്യത്തെ താൻ വിളിച്ചുകൂട്ടിയില്ല. He didn't bring together all of his counselors and all of his judges and all of his men of war. തന്റെ ആലോചന സംഘത്തെയും ജ്ഞാനികളെയും തനിക്ക് ആലോചന പറയുവാൻ സാധ്യതയുള്ളവരെയും ഒരുമിച്ച് വിളിച്ചുകൂട്ടി അവരോട് ആലോചന ചോദിച്ചില്ല. As Hezekiah did the only thing that he knew would be absolutely guaranteed to work. പ്രവർത്തിക്കും എന്നുറപ്പുള്ള ഒറ്റ കാര്യം രാജാവ് കണ്ടു. അത് ചെയ്യുവാൻ He cried out to God. ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി. And God in his mercy responded to him. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ കരുണയിൽ ദൈവം തനിക്ക് മറുപടി നൽകി. So as you go into this time of the year, this brand new year of 2012. ഈ 2012 ഈ വർഷം ആരംഭിക്കുന്ന ഈ മാസത്തിൽ A year that we have insecurity. അനേക ചിന്താകുലങ്ങൾ ഒരുപക്ഷേ പലരുടെയും ഉള്ളിലുണ്ടായിരിക്കും. What's going to happen to the economies of the world? ലോകത്തിന്റെ രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? We don't know. നമുക്കറിയില്ല. What's going to happen to the wars and the rumors of wars? അനേക യുദ്ധങ്ങളും യുദ്ധങ്ങളെക്കുറിച്ചുള്ള ശ്രുതികളും പരക്കുന്നു. എന്ത് സംഭവിക്കും? We don't know. നമുക്കറിയത്തില്ല. There's a world war could break out in at least 10 different places in the world today, right now. ഇന്ന് ഈ ദിവസം നമ്മൾ അറിഞ്ഞും അറിയാതെയും ലോകത്തിന്റെ 10 രാജ്യങ്ങളിലെങ്കിലും ഇന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. We don't have that security. നമുക്ക് അതിന്റെ അകത്ത് വലിയ സുരക്ഷിതത്വമൊന്നുമില്ല. But what we do know പക്ഷേ ഒരു കാര്യം അറിയാം. is that God holds it into his hands. പക്ഷേ ഇത് സകലതും സർവശക്തനായ ദൈവം തന്റെ ഉള്ളം കരത്തിൽ വഹിക്കുന്നു. And he can determine what happens എന്ത് next. സംഭവിക്കും എന്ന് ദൈവത്തിന് നിശ്ചയിക്കുവാൻ സാധിക്കും. And the only way that we can fit in is if we pray. നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ അതിന് മറുപടിയായി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും. So your pastors are going to be calling you to prayer. നിങ്ങളുടെ പാസ്റ്റേഴ്സ് നിങ്ങളെ പ്രാർത്ഥിക്കുവാൻ വിളിക്കും. They already have called you to നിങ്ങളെ prayer. പല പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ടുണ്ട്. Some of you have responded. ചിലർ അതിന് പ്രതികരിച്ചു. And your pastors will again call you to prayer. വീണ്ടും പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും. Because they are convinced that that is what works best. കാര്യം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് പ്രാർത്ഥനയാണ് എന്നവർ കണ്ടു തിരിച്ചറിഞ്ഞു. That is what causes the universe to stop. അത് മുഴുവൻ സൃഷ്ടിയെയും അതിന്റെ പാതയിൽ നിർത്തുവാൻ ശക്തമാണ് എന്ന അനുഭവത്തിൽ കൂടെ അവർ And തിരിച്ചറിഞ്ഞു. all things to be realigned and recommissioned and restarted. സകലതും വീണ്ടും ഒരു പുതിയ ആരംഭത്തിലേക്ക് വരുവാൻ പ്രാർത്ഥനയിൽ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്നു. But it would not have happened പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ had not prayer been issued പ്രാർത്ഥിച്ചില്ലെങ്കിൽ സംഭവിക്കുകയില്ല. by one man. ഒരു വ്യക്തിയുടെ പ്രാർത്ഥന. And so now you can make a difference in this city. ഈ പട്ടണത്തിൽ നിങ്ങൾ ഒരു വ്യക്തിക്ക് വലിയ വ്യത്യാസം കൊണ്ടുവരുവാൻ സാധിക്കും. Respond to your pastor's calls for prayer. സഭ പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുമിച്ച് വരിക. Be faithful to it. അതിൽ വിശ്വസ്തരായിരിക്കുക. Put all other things aside. ബാക്കി സകല കാര്യങ്ങളും മാറ്റിവെച്ച് And be a partner in this prayer emphasis. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഏറ്റവും അടുത്ത് സഹകരിക്കുക. Because it is more important than life itself. കാര്യം ജീവിതത്തെക്കാൾ ജീവനേക്കാൾ വലുതാണ് ഈ പ്രാർത്ഥന. Amen.